Hello all, myself Alfie Joseph, Assistant Professor Triple Department SNIT Adult. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് അഡ്വാൻസ് കൺട്രോൾ തിയറി സെമസ്റ്റർ 6 ബിടെക് ട്രിപ്പിൾ സ്റ്റുഡൻസിന് പഠിക്കുന്ന മൊഡ്യൂൾ 6ലെ ഒരു പോർഷനായ ഫേസ് പ്ലെയിൻ അനാലിസിസ് ആണ്. അപ്പോൾ പ്രീവിയസ് സെക്ഷനിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഫേസ് ട്രജക്ടറി യൂസിങ് അനാലിറ്റിക്കൽ മെത്തേഡിന്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഈ സെക്ഷനിൽ ഞാൻ അത് വെച്ചിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ്. This is the syllabus for module 6. Today my concentration is on construction of phase trajectories for nonlinear systems and linear systems with static nonlinearities. Next one question. Consider a system with ideal relay as shown. Determine the singular point. Construct phase trajectories corresponding to initial conditions. രണ്ട് set of initial conditions തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ C of 0 equal to 2, C dot 0 equals 1. And second condition എന്ന് വെച്ചാൽ C of 0 equals 2, C dot 0 equals 1.5. Take R equals 2 volts and M equals 1.2 volts. ഇപ്പോൾ given ഒരു ബ്ലോക്ക് ഡയഗ്രാം നോക്കുക. ആ സിസ്റ്റത്തിന്റെ ഇൻപുട്ട് R, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ C ആണ്. എറർ സിഗ്നലിനെ ഒരു റിലേ നോൺ ലീനിയർ എലമെന്റിനോട്ട് കൊടുക്കുന്നു. എററിനെ മോഡിഫൈ ചെയ്ത് ആ എറർ ആണ് എന്ത് U ആയിട്ട് കിട്ടുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് ട്രജക്ടറി കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫേസ് ട്രജക്ടറി, സെക്കൻഡ് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മൾ ലീനിയർ പോർഷൻ ഓഫ് ദ സിസ്റ്റം കൺസിഡർ ചെയ്യും. ഇപ്പം നമുക്കൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. യു ഓഫ് എസ് ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് സി ഓഫ് എസ് ആയിട്ടും വരുന്നു. 1/s² ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം സി ഓഫ് എസ് ഈക്വൽസ് യു ഓഫ് എസ് ഇൻറ്റു 1/s² ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ വെച്ച്. സി ഓഫ് എസ് ഈക്വൽസ് 1/s² ഇൻറ്റു യു ഓഫ് എസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് s² ഇൻറ്റു സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു യു ഓഫ് എസ്. ഇക്വേഷൻ 1ന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് s² c of s ആൻഡ് വി ഗെറ്റ് c ഡബിൾ ഡോട്ട് ഓഫ് t ഈക്വൽസ് u ഓഫ് t. ഇനി നമുക്ക് എന്ത് വേണം, സ്റ്റേറ്റ് ഇക്വേഷൻസിന് ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ സ്റ്റേറ്റ് വേരിയബിൾസ് അസ്യൂം ചെയ്യണം. അപ്പോൾ c ഡബിൾ ഡോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അർത്ഥമാക്കാൻ രണ്ട് സ്റ്റേറ്റ് വേരിയബിൾസ് അസ്യൂം ചെയ്യണം. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു c ഓഫ് t, ഔട്ട്പുട്ട്
using phase variable method. x2 എന്ന് പറഞ്ഞാൽ that will be equal to c dot t എന്ന് എടുക്കുക. So applying these state variables we get state equations as since 3നെ 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 എന്തായിരുന്നു x1 equal to c of t. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 ഡോട്ട് ഈക്വൽ ടു c ഡോട്ട് ടിയും എന്ന് പറഞ്ഞാൽ c ഡോട്ട് ടി എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റ് വേരിയബിൾ ആണ്? x2 ആണ്. therefore we get the first state equation as x1 dot equal to x2. ഇനി ഇക്വേഷൻ 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 4 എന്ന് പറഞ്ഞാൽ x2 equal to c ഡോട്ട് ടി ആണ്. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x2 ഡോട്ട് ഈക്വൽസ് c ഡബിൾ ഡോട്ട് ടി. c ഡബിൾ ഡോട്ട് ടി എന്താന്ന് മുമ്പിൽ എഴുതി വെച്ചായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു u എന്ന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടിയായിരുന്നു. സോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതാം x2 ഡോട്ട് ഈസ് ഈക്വൽ ടു u. ഇക്വേഷൻ നമ്പർ 6 കിട്ടി. നെക്സ്റ്റ് നമ്മൾ നോൺ ലീനിയർ പാർട്ട്, ആദ്യമേ സിസ്റ്റത്തിന്റെ ലീനിയർ പാർട്ടിനെ കൺസിഡർ ചെയ്തു. ഇനി നോൺ ലീനിയർ പാർട്ട്, അതായത് നോൺ ലീനിയർ എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന പാർട്ട് എടുത്തു. സോ ഇൻപുട്ട് 6, സി ഔട്ട്പുട്ട് എറർ ഉണ്ടായി. എറർ ഒരു നോൺ ലീനിയർ എലമെന്റിൽ പോകുന്നു, റിലേ, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ടാണ് യു. സോ അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ പറ്റും ഇ ഈസ് ഈക്വൽ ടു ആർ മൈനസ് സി. ആ കമ്പാരിറ്റർ അല്ലെങ്കിൽ ആ എറർ ഔട്ട്പുട്ട് എന്തുവാ? ഇ എന്ന് പറയുന്നത് ആർ മൈനസ് സി ആണ്. പക്ഷെ സി എന്ന് പറയുന്നത് എന്തായിരുന്നു? x1 ആണ്. സോ ഇ ഈസ് ഈക്വൽ ടു ആർ മൈനസ് x1 എന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കിക്കുക, രണ്ട് കണ്ടീഷൻ എഴുതാൻ പറ്റും. വെൻ x1 ഈസ് ഗ്രേറ്റർ ദാൻ ആർ, x1 വാല്യൂ കൂടുതലാണെങ്കിൽ എറർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ ആ തന്നിരിക്കുന്ന റിലേയുടെ ഗ്രാഫ് നോക്കുക. ഇൻപുട്ട് എറർ ഈ നെഗറ്റീവ് ആകുമ്പം ആ ഔട്ട്പുട്ട് യുവിന്റെ വാല്യൂ എന്തുവാ? യു ഈസ് ഈക്വൽ ടു മൈനസ് എം ആണ്. അതേസമയത്ത് ഈ പോസിറ്റീവ് ആണ് ആ ഗ്രാഫിന്റെ റൈറ്റ് സൈഡ്, അവിടെ യുവിന്റെ വാല്യൂ എന്താ? പ്ലസ് എം. സോ ഇത് ഇനി അപ്ലൈ ചെയ്യണം. സോ എറർ പോസിറ്റീവ് ആണ്, യുവിന്റെ വാല്യൂ പ്ലസ് എം. എറർ നെഗറ്റീവ് ആണ്, യുവിന്റെ വാല്യൂ മൈനസ് എം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് x1 ഡോട്ട് ഈക്വൽ ടു x2 ഫസ്റ്റ് സ്റ്റേറ്റ് ഇക്വേഷൻ, x2 ഡോട്ട് ഈസ് ഈക്വൽ ടു യു എന്നായിരുന്നു. അപ്പോൾ യു പോസിറ്റീവ് എം പ്ലസ് എം ആണത് ഫോർ x1 ലെസ് ദാൻ ആർ, and this will be equal to minus m for x1 greater than r. Name it as equation number 8. So these two are the state equations. നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻസ് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കണം. സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? The point at which derivative of x1 and x2 is 0. അതായത് x1 dot equal to 0 and x2 dot equal to 0 എന്ന് പറയുന്നതാണ് സിംഗുലാർ പോയിന്റ്. നമുക്ക് അതിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇക്വേറ്റിംഗ് ദീസ് ടു സീറോസ്, സ്റ്റേറ്റ് ഇക്വേഷനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് x1ന്റെ x2ന്റെ കോർഡിനേറ്റിനെ, അതായത് ഏത് പോയിന്റിലാണ് ഈ രണ്ട് ഡെറിവേറ്റീവ് സീറോ ആവുന്നത് ആ സമയത്തുള്ള x1ന്റെ വാല്യൂവിനെ x1 റേസ് ടു സീറോയും x2ന്റെ വാല്യൂവിനെ x2 റേസ് ടു സീറോയും, അതായത് സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ x1 റേസ് ടു സീറോ കോമ x2 സീറോ എന്ന് കൊടുക്കാം. ഇക്വേഷൻ 5 x1 ഡോട്ട് 0 നമുക്ക് സിംഗുലാർ പോയിന്റ് കിട്ടണമെങ്കിൽ x1 ഡോട്ട് ഈക്വൽ ടു സീറോയും x2 ഡോട്ട് ഈക്വൽ ടു സീറോയും ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ x1 ഡോട്ട് 0 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് x2 ആ സമയത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ x2 റേസ് ടു സീറോ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x1 ഡോട്ട് ഈക്വൽ ടു 0 ദാറ്റ് ഇംപ്ലൈസ് x2 റേസ് ടു 0 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇക്വേഷൻ 6ന്റെ അകത്ത് x2 ഡോട്ട് 0 എന്ന് പറയുമ്പോൾ എന്തോ u0 ആണ്. അപ്പോൾ u0 ആകുമ്പോൾ നമുക്ക് ഗ്രാഫ് നോക്കിയാൽ അറിയാം എന്തുവാ? e0 ആയിരിക്കും. e0 ആവുമ്പം കറസ്പോണ്ടിങ് x1 എന്ന് പറഞ്ഞാൽ എന്തുവാ? ഏത് കോർഡിനേറ്റ് ആവും? x1 റേസ് ടു 0. സോ ഇക്ക് പകരം എന്തിട്ട് കൊടുക്കാം? r മൈനസ് x1 ആ സമയത്ത് എന്തായിരിക്കും? x1 റേസ് ടു 0 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x1 റേസ് ടു 0 ഈസ് ഈക്വൽ ടു r. അപ്പോൾ സിംഗുലാർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ് x1 റേസ് ടു 0 കോമ x2 റേസ് ടു 0. അതിൽ x1 റേസ് ടു 0യുടെ വാല്യൂ ആറും x2 റേസ് ടു 0യുടെ വാല്യൂ 0 എന്ന് കിട്ടി. അതായത് സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ r കോമ 0, ഈ പോയിന്റിലാണ് x1 ഡോട്ട് ഈക്വൽ ടു 0യും x2 ഡോട്ട് ഈക്വൽ ടു 0യും കിട്ടുന്നത്. നെക്സ്റ്റ്
From equation 5 and 8, നമുക്ക് slope equation എഴുതാം. ട്രജക്ടറിയുടെ slope equation. So x2 dot by x1 dot is equal to dx2 by dx1 ആണ് നമ്മുടെ slope. That will be equal to m by x2 for x1 less than r and minus m by x2 for x1 greater than r. Equation 5 ഉം 8 ഉം നോക്കിയാൽ മതി. അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഈ x2 dot by x1 dot നെ എഴുതുന്നത്. General, അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? dx2 by dx1 is equal to plus or minus m by x2. പ്ലസ് സൈൻ എന്ന് പറയുന്നത് എപ്പോഴാ? പ്ലസ് എം വരുന്നത് എറർ പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ x1 ലെസ് ദാൻ r ഉം മൈനസ് സൈൻ വരുന്നത് x1 ഗ്രേറ്റർ ദാൻ r, അപ്പോഴാണ് എറർ നെഗറ്റീവ് ആകുക. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ പറ്റും x2 dx2 is equal to plus or minus m into dx1 എന്ന് എഴുതാൻ പറ്റും. Name it as equation number 9. ഇനി സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ഇക്വേഷൻ 9 നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ഫ്രം t is equal to 0 to time t. 0 to t വരെ ഇക്വേഷൻ നമ്പർ 9 ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യണം ഇക്വേഷന്. അതിനുവേണ്ടി t equal to 0 to t വരെയാണ്. at t equal to 0 x1 എന്ന് പറഞ്ഞാൽ എന്തുവാ? x1 of 0യും x2 എന്ന് പറഞ്ഞാൽ x2 of 0യാണ്. ഇനി at t is equal to t എന്ന് പറയുമ്പോൾ x1 is equal to x1 of t and x2 is equal to x2 of t എന്ന് എഴുതാം. State variables x1 and x2 denote the state of the system. At any time t നമ്മൾ integrate ചെയ്യുവാണ്. Integral x2 dx2 is equal to integral of plus or minus dx1 ആണ്. അപ്പോൾ x2നെ integrate ചെയ്യുമ്പോൾ with respect to dx2 ആണ്. അപ്പോൾ അതിൻ്റെ interval ഏതൊക്കെ വരും? x2 of 0 initial condition to x2 of t അല്ലെങ്കിൽ x2 എന്ന് എഴുതാം. That will be equal to integral of x1 of 0. x1 എവിടെ തൊട്ടാണ് വരുന്നത്? 0 തൊട്ട് x1 വരെ. So lower limit x1 of 0, upper limit x1 എഴുതി into plus or minus m into dx1. So നമ്മൾ ഇന്റഗ്രൽ എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? x2 dx2 എന്ന് പറഞ്ഞാൽ x2 square by 2 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. that will be equal to plus or minus m into integral of dx1 എന്ന് പറഞ്ഞാൽ എന്തുവാ? it is x1 എന്ന് വരും. സോ അതിന്റെ ലിമിറ്റ് എത്ര വരും? x1 of 0 to x1. Upon integrating we get x2 square by 2 minus x2 square of 0 by 2 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ is equal to plus or minus into x1 minus x1 of 0. So അന്നേരം നമുക്ക് x2 square is equal to എന്താന്ന് പറഞ്ഞുതരാം? plus or minus 2 into m into x1 minus x1 of 0 plus x2 square of 0. x2നെയും x1നെയും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ plus or minus 2 into m ഉണ്ട്. സോ അവിടെ രണ്ട് കേസ് വരുന്നുണ്ട്. പ്ലസ് വരുന്ന കേസുണ്ട്, മൈനസ് വരുന്ന കേസുണ്ട്. അതാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. x1 ഗ്രേറ്റർ ദാൻ r എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? എറർ എന്ന് പറഞ്ഞാൽ x1 ഗ്രേറ്റർ ദാൻ r എന്ന് പറയുമ്പോൾ എറർ നെഗറ്റീവ് ആണ്. എറർ നെഗറ്റീവ് ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ മൈനസ് m ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് വി ഗെറ്റ് x2 square is equal to minus 2m into x1 minus x1 of 0 plus x2 square of 0. And x2 square is equal to bracket open ചെയ്ത് നമുക്ക് കിട്ടും minus 2m x1 plus 2m x1 of 0 plus x2 square of 0. ഈ x1 of 0 x2 of 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ values of that variable ആണ്. സ്റ്റേറ്റ് വേരിയബിളിന്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് ആണത്. When x1 less than r, equation 10 can be written as x2 square equals plus amount 2m into x1 minus x1 of 0 plus x2 square of 0. Bracket open ചെയ്ത് നമ്മൾ equation 12 obtain ചെയ്യും. So ഇനി നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് ട്രാജക്ടറി വരയ്ക്കണം. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ കണ്ടീഷൻസ് നോക്കുവാണെങ്കിൽ c of 0 2 c dot 0 1. ഇപ്പോൾ കറസ്പോണ്ടിങ് ഏത് വേരിയബിൾസ് ആണ് കിട്ടുന്നത്? x1 of 0 2 x2 of 0 is equal to 1.
അപ്പോൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻസും അതേപോലെ എമ്മിൻ്റെ വാല്യൂ 1.2, ആറിൻ്റെ വാല്യൂ 2 ഇതൊക്കെ എവിടെ കൊണ്ട് ഇട്ട് കൊടുക്കണം? 11 and 12 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് x2 ഈസ് ഈക്വൽ ടു x2 സ്ക്വയർ എന്ന് ഇത്ര നേരം എഴുതിയത്. സോ x2 ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓർ മൈനസ് ഓഫ് ആർ എച്ച് എസ്. അപ്പോൾ ആർ എച്ച് എസിൽ ആദ്യമേ x1 ഗ്രേറ്റർ ദാൻ ആർ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് കിട്ടി x2 സ്ക്വയർ ഈക്വൽസ് മൈനസ് 2m x1. x1ന് മാറ്റമൊന്നുമില്ല, എമ്മിന് 1.2 ഇട്ട് കൊടുക്കണം, പ്ലസ് 2 ഇൻറ്റു എമ്മിന് വീണ്ടും 1.2 ഇൻറ്റു x1 ഓഫ് 0യ്ക്ക് എന്തിട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം, പ്ലസ് x2 സ്ക്വയർ ഓഫ് 0. x2 സ്ക്വയർ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി x2 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻറ്റു root of 2.4 x1 plus 5.8 for x1 greater than r. Similarly, x1 less than r. Equation 12 എന്ത് തരും? x2 is equal to x2 square എന്ന് പറഞ്ഞാൽ ഇത്ര നേരം എഴുതി. ഇപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് വരും. പ്ലസ് ഓർ മൈനസ് root of substituting the values of m, x1 and initial conditions we get root of 2.4 x1 minus 3.8 for x1 less than r. Name these equations as 13 and 14. Equation 13, 14 ഉപയോഗിച്ച് നമുക്ക് x2ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. x1 ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് x2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു ടാബുലർ കോളത്തിൽ ഒബ്റ്റെയിൻ ചെയ്യും. കിട്ടുന്ന x2 റിയൽ വാല്യൂസ് ആയിരിക്കണം. ആ വിധത്തിൽ വേണം x1 അസ്യൂം ചെയ്യാൻ. സോ ടേബിൾ ഫോം ചെയ്തു, x1 x2 വാല്യൂസ് കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് ട്രജക്ടറി വരയ്ക്കാൻ പറ്റും. സോ നമുക്ക് x1 ഗ്രേറ്റർ ദാൻ ആർ, x1 ലെസ് ദാൻ ആർ രണ്ടിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ x2നെ x1നെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കിട്ടി. സോ x2 ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ വരുന്നത് 2.4 x1 എന്നൊക്കെ പറഞ്ഞ് വരും. സോ x1ന് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കും. അപ്പോൾ കിട്ടുന്ന x2 പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ x2ൻ്റെ വാല്യൂ റിയൽ വാല്യൂസ് വേണം കണ്ടുപിടിക്കാൻ. അതനുസരിച്ച് x1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. x2ൻ്റെ വാല്യൂ പോസിറ്റീവും നെഗറ്റീവും കിട്ടും. സോ x1 ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ ഈക്വൽസ് 0.3 യൂണിറ്റ് എന്നാണ്, അല്ലെ 30 ഡിവിഷനാണ് ഞാൻ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തത്. സോ നമ്മൾ ഈ വാല്യൂസ് എടുക്കുമ്പം ഇപ്പോൾ 2.1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2.1 ഇൻറ്റു 30, അത്രാമത്തെ ഡിവിഷനാണ് 2 എന്ന് പറഞ്ഞാൽ 2.1. സോ അതാണ്, അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇപ്പോൾ സ്കെയിൽ എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ 4 സെൻറ്റിമീറ്റർ ഈക്വൽസ് 1 യൂണിറ്റ് എന്ന് എടുത്താലും മതി. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. ഇവിടെ ഞാനിപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തത്. എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/3 വരും. അപ്പം എത്ര വരും? 0.3303 ഇതാവും. സോ അതനുസരിച്ച് വേണം, സ്കെയിൽ അനുസരിച്ച് വേണം. സ്കെയിൽ ഇവിടെ എടുത്തെഴുതുക, x1ൻ്റെ വാല്യൂസ് നോക്കി അതനുസരിച്ച് വരയ്ക്കുക, x2ൻ്റെ നോക്കുക, അതനുസരിച്ച് സെയിം സ്കെയിൽ വേണം x1 x2 ഉപയോഗിക്കാം. ഇപ്പോൾ x1ൻ്റെ മാക്സിമം വാല്യൂ 2.5, മിനിമം വാല്യൂ 1.5. വളരെ ചെറിയ റേഞ്ച്. അപ്പം നമ്മൾ സ്കെയിൽ വളരെ കുറച്ച് എടുത്താൽ, സ്കെയിൽ കൂട്ടിയെടുത്താൽ ഗ്രാഫ് തീരെ ചെറുതായി പോകും. അപ്പോൾ 1 സെൻറ്റിമീറ്റർ കുറച്ച് വീതം എടുത്ത് വേണം നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് ഗ്രാഫ് അല്പം വലുതാക്കി കിട്ടാൻ വേണ്ടിയാണ്. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇനിഷ്യൽ കണ്ടീഷൻ. x1 ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറയുമ്പോൾ ഈ സൈഡ് കിട്ടിയെങ്കിൽ x1 ലെസ് ദാൻ ആർ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് വരയ്ക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് കിട്ടും. ഫൈനലി ഒരു ക്ലോസ്ഡ് കർവാണ് കിട്ടുന്നത്. ഫേസ് ട്രജക്ടറി കറസ്പോണ്ടിങ് ടു സെക്കൻഡ് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ c of 0 2, c.0 1.5. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സിക്ക് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് വേരിയബിൾ x1 ആണ്. x1 of 0 2ഉം x2 of 0 1.5 എന്നും കിട്ടി. സോ x2നെ x1നെ റിലേറ്റ് ചെയ്യുന്ന ആ ഇക്വേഷനകത്തുകൊണ്ട് ഈ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. Substituting these initial conditions and value of m 1.2 we get എന്തുവാ? x2 is equal to plus or minus root of 2.4 into x1 plus 7.05 for x1 greater than r. അതേപോലെ x2 equal to plus or minus into root of 2.4 into x1 minus 2.55 for x1 less than r. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് കൊണ്ട് ഈ സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷനും എമ്മിൻ്റെ വാല്യൂ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഇക്വേഷൻ മാറി കിട്ടി. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇനി നമ്മൾ ടേബിൾ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്.
സോ ഇവിടെ നോക്കുക, ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ച് ഇക്വേഷൻസിൻ്റെ അകത്ത് കൊണ്ട് ഇട്ട് കൊടുത്ത് നമ്മൾ x1 2 2.1 ഗ്രേറ്റർ ദാൻ ആറിൻ്റെ വാല്യൂ 2 അതിനേക്കാളും ഇട്ട് കൊടുത്തു. കറസ്പോണ്ടിങ് x2ൻ്റെ വാല്യൂ സെക്കൻഡ് സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻ ഇക്വേഷൻ മോഡിഫൈ ചെയ്തു. ആ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. 15 16 നമ്മൾ ഈ x1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് x2 ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് വരുന്നുണ്ട്. സോ 1.5 ഉണ്ട്, മൈനസ് 1.5 ഉണ്ട്. സോ x1 2 വരുമ്പോൾ x2 1.5 മൈനസ് 1.5. x1 2.1 ആകുമ്പോൾ അടുത്തത് 1.42 മൈനസ് 1.42. അങ്ങനെ ഓരോ പോയിന്റ്സും മാർക്ക് ചെയ്യുക. ഇത് x1 ഗ്രേറ്റർ ദാൻ r ആണെങ്കിൽ ഇപ്പുറത്തെ x1 ലെസ് ദാൻ r വരുമ്പോൾ അതർ ഹാഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഫൈനലി ഒരു സ്മൂത്ത് കർവ് ആയിട്ട് കിട്ടും. അപ്പോൾ എടുക്കുമ്പോൾ സ്കെയില് ഇവിടെ ലോവർ വാല്യൂസ് എല്ലാം വേണ്ട, അതുകൊണ്ട് സ്കെയില് കൂട്ടി എടുത്തു. ഒരു സെന്റിമീറ്റർ ഈക്വൽസ് സ്കെയില് എന്ന് വെച്ചാൽ 30 ഡിവിഷൻ ആണ് ഒരു യൂണിറ്റ്. അപ്പോൾ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1/30 യൂണിറ്റ് ആണ്. അല്ല, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിവിഷൻ. അങ്ങനെയാണ് 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 30 × 2 60 ഡിവിഷൻ ചേരുന്നതാണ് 2 യൂണിറ്റ്. അങ്ങനെ അത് കറക്റ്റ് സ്കെയിൽ അനുസരിച്ച് വരയ്ക്കണം. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷനും വരച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്തുവാ? ക്ലോസ്ഡ് കർവാണ്. x1ൻ്റെ പോയിന്റ്സ് ഇവിടെ നോക്കുക, ഇതിന് കറസ്പോണ്ടിങ് x2ൻ്റെ പോയിന്റ്സ് നോക്കി കോയിൻസൈഡ് ചെയ്ത് പോയിന്റ്സിനെ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് കർവാണ് ഫേസ് ട്രജക്ടറി വന്നത്. അപ്പോൾ അതാണ് എന്ത് ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം. ബേസിക്കലി നമുക്കറിയാം, ഒരു ലീനിയർ സിസ്റ്റം ലിമിറ്റ് സൈക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് ട്രജക്ടറി ക്ലോസ്ഡ് കർവ് ഉണ്ടാവും. സോ ഇവിടെ ഓരോ സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷന് കറസ്പോണ്ടിങ് ഫേസ് ട്രജക്ടറി ക്ലോസ്ഡ് കർവാണ്. അതുകൊണ്ട് ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. Conclusion: if the phase trajectory obtained is a closed curve, then limit cycle exists, and phase plane analysis is a method that is used for analysis of non-linear system by construction of phase trajectory. Three questions. Consider the following non-linear differential equation: y double dot minus 0.1 minus 10/3 y dot square into y plus y square is equal to 0. Find all singular points of the system, classify them, and sketch the phase portrait in the neighborhood of singular points. Second question, discuss any three non-linearities present in system. Any queries, mail to alpha@gmail.com. Thank you.